നമസ്കാരം. ടയർ പോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ലളിതമായ രീതിയിൽ കാണിച്ചു തരാം. ഇപ്പോൾ സാധാരണ എല്ലാവരുടെയും വീടുകളിൽ ഒരു കാറിന് പകരം ഇപ്പോൾ 2 കാർ വെച്ചായി. ഈ കാറിൻ്റെ ടയറുകൾ തേയുന്നതനുസരിച്ച് നാം അത് ഉപേക്ഷിക്കുകയോ കത്തിച്ച് കളയുകയോ ചെയ്യുന്നു. കത്തിച്ച് കളയുന്ന മൂലം പരിസര മലിനീകരണം ഉണ്ടായി സത്യത്തിൽ മനുഷ്യന് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ തന്നെ ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ടയർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് ലളിതമായിട്ട് കാണിച്ചു തരികയാണ്. ശരി, ആദ്യമായിട്ട് ഒരു ബ്ലേഡ് പിച്ചാത്തി ഇത് വാങ്ങിക്കാൻ കിട്ടും കടയിൽ. ഏകദേശം 35 രൂപ വിലയേ ഉള്ളൂ. ഈ പിച്ചാത്തി വാങ്ങിച്ചാൽ ഇത് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇതാണ് എപ്പോഴും എന്നെ കൈമന്ത സാധാരണ ഇതാണ് ടയർ. ഈ ടയറിന് ഈ ആകൃതിയിൽ ഈ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ ഈ പിച്ചാത്തി കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ നോക്കും. ടയറിലായിട്ട് സൂചിച്ചിടാം. റെഡിയാ? അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ആകൃതി മുഴുവൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വക നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇത് നമുക്ക് ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ ആണെങ്കിൽ അലങ്കാര വസ്തുവായിട്ട് ഇതുപോലെ നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഈ ടയർ ഇതിനി എങ്ങനെ ചട്ടിയാവുന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് കാണിക്കാം. ഇത് മലത്തി ഇട്ടിട്ട് ഇത് ഈ ഭാഗം പൊളക്കണം. ഇങ്ങോട്ട് പൊളക്കുമ്പോൾ ഇത് എത്തണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആകൃതിയിൽ നമുക്ക് ലഭിക്കും. ഇതിനെ നമുക്ക് പെയിൻ്റ് അടിച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ഉള്ള ഇങ്ങനെ ആക്കിയത് കളറടിച്ച് ഈ ടയറ് നമുക്ക് ചെടിച്ചട്ടിയായിട്ട് ഉപയോഗിക്കാം. ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മഴയോ വെയിൽ കൊണ്ടുവന്നാൽ യാതൊരു പ്രശ്നവുമില്ല. കാറുകളും മറ്റും ഇതിൻ്റെ പുറത്തുകൂടെ കയറി തന്നെ ടയർ കയറിയാൽ തന്നെ ഇതിന് യാതൊരു ഒടിയോ ചതവോ ഉണ്ടാകത്തില്ല. വീണ്ടും തിരിച്ചാകും. എത്രയോ കൊല്ലങ്ങളോളം ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പരീക്ഷിച്ച് നിങ്ങളുടെ വീടുകളിൽ ഇത് പരീക്ഷിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ട അഡ്വൈസ് ഞാൻ തരാം.